ഇറാന് വീണ്ടും ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇറാനിലെ ഏറ്റവും വലിയ പാലം ആക്രമിച്ചു തകർത്ത ശേഷമായിരുന്നു മുന്നറിയിപ്പ്. ആദ്യം പാലങ്ങൾ അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യം വെക്കുമെന്നും പിന്നീട് വൈദ്യുതി പ്ലാന്റുകൾ തകർക്കുമെന്നുമാണ് ഭീഷണി. ഇറാനിലെ വാണിജ്യ പ്രാധാന്യമുള്ള കൂറ്റൻ പാലം വ്യോമാക്രമണത്തിൽ അമേരിക്ക തകർത്തു. ടെഹ്റാനെ കരാച്ച് നഗരവുമായി ബന്ധിപ്പിക്കുന്ന ഇറാനിലെ ഏറ്റവും വലിയ പാലമായ B1 ബ്രിഡ്ജാണ് US സൈന്യം തകർത്തത്. ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. 95ഓളം പേർക്ക് പരിക്കേറ്റതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാലത്തിന് നേരെ 2 തവണ ആക്രമണങ്ങൾ നടന്നതായി ഇറാൻ സ്റ്റേറ്റ് മീഡിയ സ്ഥിരീകരിച്ചു. ആദ്യത്തെ ആക്രമണത്തിൽ പരിക്കേറ്റവരെ സഹായിക്കാനും രക്ഷാപ്രവർത്തനം നടത്താനും എത്തിയവർക്കാണ് രണ്ടാമത്തെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പാലത്തിലൂടെ യാത്ര ചെയ്തിരുന്ന ഇറാൻ സ്വദേശികളും പ്രദേശത്തെ താമസക്കാരുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതേസമയം പശ്ചിമേഷ്യൻ മേഖലയിൽ യുദ്ധഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് ഏതു നിമിഷവും ഒരു കരയുദ്ധം ഉണ്ടായേക്കാനുള്ള സാധ്യതയുമുണ്ട്. കരയുദ്ധത്തിന് ഇറാൻ അതിവേഗം സജ്ജമാകുന്നതായാണ് റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് ഇറാൻ സൈനിക മേധാവി സേനാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. 3 ആഴ്ച കൂടി ആക്രമണം തുടരുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഇറാന്റെ നീക്കം. ഇറാനിലെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് യുറേനിയം പിടിച്ചെടുക്കാൻ അമേരിക്കൻ സൈന്യം അതീവ സങ്കീർണവും അപകട സാധ്യതയേറിയതുമായ ഒരു പദ്ധതി തയ്യാറാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കം. ആയിരക്കണക്കിന് അമേരിക്കൻ സൈനികരെ ഇറാനിൽ വിന്യസിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പദ്ധതി മുൻപെങ്ങും ഇല്ലാത്ത വിധം സങ്കീർണമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇസ്ഫഹാൻ, നദാൻസ് തുടങ്ങിയ ഇറാനിയൻ ആണവ നിലയങ്ങളിൽ സംഭരിച്ചിരിക്കുന്ന ഏകദേശം 454 കിലോഗ്രാം യുറേനിയം കൈക്കലാക്കുകയാണ് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യം. മുൻപ് നടന്ന വ്യോമാക്രമണങ്ങളിൽ നടന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലാണ് ഈ ആണവ ശേഖരം ഉള്ളതെന്നാണ് സൂചന. അതിനാൽ തന്നെ ഇവ സുരക്ഷിതമായി വീണ്ടെടുക്കുക എന്നത് വലിയ വെല്ലുവിളിയായിരിക്കും. സാധാരണഗതിയിലുള്ള ആക്രമണങ്ങളിൽ നിന്ന് ശത്രുരാജ്യത്തിന്റെ മണ്ണിലേക്ക് നേരിട്ട് കടന്നുകയറി സൈനികർ നടത്തുന്ന ദൌത്യമാണിതെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതീവ സൂക്ഷ്മതയോടെയും സാവധാനത്തിലും പൂർത്തിയാക്കാൻ കഴിയുന്ന ഈ ദൌത്യം സൈനികർക്ക് വലിയ ശാരീരിക സാങ്കേതിക ഭീഷണികൾ ഉയർത്തുന്നുണ്ട്. അതേസമയം സൈനിക നടപടിയിലൂടെ യുറേനിയം പിടിച്ചെടുക്കാൻ സാധിക്കുമെങ്കിലും ഒരു വെടിനിർത്തൽ വേളയിൽ അന്താരാഷ്ട്ര അറ്റോമിക് എനർജി ഏജൻസി ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഇത് നടപ്പിലാക്കുന്നതാകും ഉചിതം. സൈനികമായ കടന്നുകയറ്റത്തേക്കാൾ അന്താരാഷ്ട്ര ഏജൻസികളുടെ ഇടപെടൽ ഇത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ ഫലപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഇറാന്റെ സൈനിക ശേഷി തകർത്തുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് കടുത്ത ഭാഷയിലാണ് ഇറാൻ മറുപടി നൽകിയത്. അമേരിക്കയ്ക്ക് സ്ഥിരമായി അപമാനം നേരിടേണ്ടി വരുന്നതുവരെയും യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെയും പോരാട്ടം തുടരുമെന്ന് ഇറാൻ വ്യക്തമാക്കി. തങ്ങളുടെ സൈനിക അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിച്ചുവെന്ന ട്രംപിന്റെ വാദങ്ങൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും ഇറാൻ പരിഹസിച്ചു. അമേരിക്കയ്ക്ക് ഒരിക്കലും എത്തിപ്പെടാൻ സാധിക്കാത്ത രഹസ്യ കേന്ദ്രങ്ങളിലാണ് ഇറാന്റെ അത്യാധുനിക ആയുധ നിർമ്മാണം നടക്കുന്നത്. തന്ത്രപരമായ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ, ഡ്രോണുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ സുരക്ഷിതമാണെന്നും അമേരിക്ക ആക്രമിച്ചതായി കരുതുന്ന ഇടങ്ങൾ നിസ്സാരമാണെന്നും ഇറാൻ വ്യക്തമാക്കി. ഞങ്ങളുടെ മിസൈലുകളും ഡ്രോണുകളും എണ്ണാൻ ശ്രമിക്കേണ്ടതില്ല, അത് തെറ്റുകയുള്ളൂ എന്നും ഇറാൻ വ്യക്തമാക്കി. അമേരിക്കയ്ക്കും ഇസ്രായേലിനും നേരെയുള്ള ആക്രമണങ്ങൾ തുടരുമെന്ന് ഇറാൻ ആവർത്തിച്ചു. ഇതിനകം നൽകിയ പ്രഹരങ്ങളെക്കാൾ ഞെട്ടിപ്പിക്കുന്ന തിരിച്ചടികൾ അമേരിക്ക പ്രതീക്ഷിക്കണമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. തങ്ങൾ ലക്ഷ്യപൂർത്തീകരണത്തിന് അടുത്താണെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഈ ഔദ്യോഗിക പ്രതികരണം വന്നിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ മധ്യേഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളുടെ ചുമതലയാണെന്നും ഹോർമൂസ് പിടിച്ചെടുക്കേണ്ടത് അവരുടെ ആവശ്യമാണെന്നും ട്രംപ് ആവർത്തിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.